ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയും മകളെയും കൂടെ പുറത്തിട്ട് വാതിലടച്ച് മുത്തശ്ശൻ നല്ല മിടുക്കനായിട്ട് അകത്ത് കയറിയിരിക്കുക. അങ്ങനെ ഉറക്കം വന്നിട്ടൊരു രക്ഷയില്ലാതെ മകൾ അമ്മയോട് പറയണം, അമ്മയെ എനിക്ക് ഉറക്കം വരികയാണെന്ന്. ഇച്ചിരി ഇല്ലാത്തൊരു ഞാഞ്ഞോലിനെ പേടിച്ച് നമ്മൾ ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കണോ എന്ന അമ്മ മകളോട് ഒരു ചോദ്യവും കൂടി. അപ്പോഴേക്കും മകൾ തുള്ളി ചാടി കയറി ചെന്ന് അച്ഛൻ വാതിൽ തുറക്കുന്നു പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശനും കുഞ്ഞും കൂടെ ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അകത്തോട്ട് കയറണമെന്ന് പറയുമ്പോൾ അച്ഛനാ ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നതെന്ന് അമ്മ പറയണു. ഇവളുടെ വല്യമ്മയുടെ പ്രായമില്ലേ എനിക്ക്, എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ന് ചോദിച്ചപ്പം മീനു ആൻറ്റിക്ക് അമ്മമ്മയുടെ മോളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ, അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ന് കൊച്ചു ചോദിച്ചപ്പോഴേക്കും അമ്മയൊന്ന് ഞെട്ടി. അച്ഛൻ കേട്ടില്ലേ, അവൾ തർക്കുത്തരം പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കേട്ടില്ല, അവൾ പറഞ്ഞത് കാര്യമല്ലേ, നിങ്ങൾ എന്തൊരു ദ്രോഹമാണ് മീനുവിനോട് കാണിക്കുന്നത്, ഇവളുടെ കാര്യം വിട്ടുകളാ, നീ ഒരു അമ്മയല്ലേ എന്ന് ചോദിച്ചു. വിവരവും പക്വതയും കാണിക്കേണ്ടവളല്ലേ നീ എന്താ കാണിച്ചുകൊണ്ട് നടക്കുന്നത്, ചെറിയ കുട്ടികളെ പോലെയാണ് നീ പെരുമാറുന്നത്, എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ആർക്കൊന്നും പറയാനില്ല. അങ്ങനെ പറയലേ മുത്തശ്ശ, ചെറിയ കുട്ടികൾക്ക് അത് നാണക്കേടാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിങ്ങനെ പറയുമ്പോൾ എൻ്റെ മോൻ്റെ ജീവൻ അത് ആപത്തിലാകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആരുടെ ജീവൻ ആപത്തിലാകാതിരിക്കാൻ നാണമില്ലേ നിനക്കോ പറയാൻ, നിങ്ങൾ അവളെ സ്നേഹിക്കേണ്ട, പക്ഷെ ഉപദ്രവിക്കാതിരുന്നൂടെ എന്ന് ചോദിച്ചു. എന്തിനാ അവളെ വെറുതെ ഉപദ്രവിക്കുന്നത്, ഒരു പാപത്തിനെ ഉപദ്രവിക്കുന്നതിന് പരിധികളില്ലേ എന്ന് ചോദിച്ചു. ഇതിനൊന്നും ഇവർക്ക് മറുപടിയില്ല. മുത്തശ്ശൻ മാറിയുന്നേ, ഞങ്ങൾക്ക് ഉറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് മകളകത്തേക്ക് കയറി പോകുമ്പം നിന്നേ എവിടെ പോകുന്നു എന്ന് കൊച്ചു ചോദിച്ചു. അപ്പോഴേക്കും രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ നോക്കുക. മീനു ആൻറ്റീനെ വഴക്ക് പറയില്ല, ഉപദ്രവിക്കില്ല എന്ന് വാക്ക് തന്നാലേ അകത്തേക്ക് രണ്ടുപേരെ ഞാൻ കയറ്റിവിടൂ, ഉറക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കൊച്ചു പറഞ്ഞതിനുള്ള മറുപടി കൊടുക്കുക, അവൾക്ക് വാക്കും കൊടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങളെ ജീവിക്കാൻ ഇവൾ അനുവദിക്കൂ എന്നും പറഞ്ഞു മുത്തശ്ശൻ. അവസാനം അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവറ്റകളെ പോലെ ഓരോന്നുങ്ങൾ കഷ്ടമെന്നും പറഞ്ഞ് മുത്തശ്ശൻ നിൽക്കുക. ഇനിയെങ്കിലും മീനു ആൻറ്റി അവർ വഴക്ക് പറയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് കുഞ്ഞു പറഞ്ഞപ്പം നമുക്ക് നോക്കാം മോളെ എന്ന് മുത്തശ്ശൻ കൊച്ചിനോട് പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും രാവിലെ തന്നെ ഓരോ പണിക്കുള്ള വകുപ്പായിട്ടിരിക്കുക. മീനുവിന് അലക്കാനുള്ള തുണികളുമായിട്ട് മകൾ വരുന്നു. അമ്മ അന്നേരത്തേക്ക് ഇത് എന്താണെന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുന്നു. മീനുവിന് അലക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴേക്കും അവളെ കൊണ്ട് ജോലി ചെയ്യിക്കാനാണെങ്കിൽ ഇത്തിരി കൂടി ആകാമെന്നും പറഞ്ഞ് അമ്മ കുറച്ചുകൂടെ തുണി കൊണ്ടുവന്നങ്ങ് വെച്ചു. അപ്പോൾ വഴക്കില്ല, അല്ലെങ്കിൽ നമ്മളിനി അവൾ ഉപദ്രവിക്കില്ല എന്നൊക്കെ ആ കൊച്ചു പിശാചിനോട് പറഞ്ഞതല്ലേ, അതിനപ്പുറം ഒന്നും അല്ലല്ലോ, അവൾ അറിയാതെ നമുക്ക് ചെയ്യിക്കാം. അപ്പോൾ തമ്പുരാട്ടി ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്ന് മകൾ പറഞ്ഞു. അവളെ വിളിക്കാം എന്നും പറഞ്ഞ് വിളിപ്പിക്കണം. മീനു എന്നും പറഞ്ഞു. അപ്പോൾ മീനു ആണെങ്കിൽ പേടിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക കേട്ടോ. അങ്ങനെ മീനു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് മീനു ചോദിച്ചു. വെട്ടി വിഴുങ്ങി ഇരുന്നാൽ മതിയോ, ഇവിടുത്തെ ജോലി ചെയ്യാൻ നിൻ്റെ അമ്മയെ കൊണ്ടൊന്ന് നിർത്തിയിട്ടുണ്ടോ നീ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മയെ പറയരുതെന്ന് പറഞ്ഞു മീനു. എന്താടി പറഞ്ഞാൽ? ഇല്ല, പറയുന്നില്ല, ചെയ്യേണ്ട ജോലി നീ തന്നെ അങ്ങ് ചെയ്യ്, അപ്പം ആരും ഒന്നും പറയില്ല. ഈ തുണിയല്ല അലക്കി കൊണ്ടുപോയി ഉണക്കാനിടാൻ പറഞ്ഞു. നല്ല വേദനയുണ്ട് എനിക്ക്, അലക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മീനു പറഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ട്, ഇത്തിരി പോകുന്ന ഒരു മുറിവുണ്ട്, പറയുന്നത് കേട്ടാൽ തോന്നും മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്ന്, ചെന്ന് അലക്കടി എന്നും പറഞ്ഞുകൊണ്ട് മീനുവിനോട് ഇവർ വീണ്ടും ദ്രോഹം കാണിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ കൊച്ചു ഓടി കതളിച്ച് അതിലെ വരുന്നു. അപ്പോഴേക്ക് ഈ കാഴ്ച കണ്ടു. കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ മീനു നീ അകത്ത് പോയിരുന്നോട്ടോ, നീ ഒന്നും അലക്കണ്ട, ഞാൻ അലക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് നാത്തുവിനോടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. കൊച്ചന്നേരത്തേനും അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇവിടുന്ന് പോകുന്നേ ഇല്ല. ഇവരിത് പറഞ്ഞ് തീരുന്നത് വരെ കുഞ്ഞ് അതിലെ ഓടിക്കളിച്ച് നടക്കുന്നു. എന്നിട്ട് മീനുവിനോട് അകത്ത് പോകാനായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അകത്ത് പോയിരിക്കും മോളെ, പറയുന്നത് കേൾക്കും മോളെ, ഞാൻ അലക്കിക്കോളാം, നീ മുറിയിൽ പോയി വിശ്രമിക്കുക, ചെല്ലപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ പോയി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മകൾക്ക് സൂചന കൊടുക്കുക. മീനു അകത്തേക്ക് കയറിയപ്പോഴേക്കും എടി എന്നും പറഞ്ഞു പിന്നെയും ഒരു വിളി. എവിടെ പോവാ, കൊണ്ടുപോയി അലക്കടി എന്നും പറഞ്ഞുകൊണ്ട് മീനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കഴുത്ത് വേദനയാണെന്ന് പറഞ്ഞ് വെറുതെ കയറി ഇരിക്കാനൊന്നും നോക്കണ്ടെന്നും പറഞ്ഞ് മീനുവിനോട് അതും ഇതെല്ലാം പറഞ്ഞ് മീനുവിനെ തുണിയായിട്ട് പറഞ്ഞു വിട്ടു. എൻ്റെ പൊന്നുമോളെ. അപ്പം മീനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോളെ, ജാനുവിൻ്റെ മുന്നിലുള്ള നിൻ്റെ അഭിനയം സൂപ്പറായിട്ടുണ്ട്, ഇനി അങ്ങനെ എത്ര അഭിനയം കാണാനിരിക്കുന്ന അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മകൾ ഇന്ന് അവളുടെ മുറിവ് പഴുക്കും, നോക്കിക്കോ എന്നും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പുറത്ത് പോയി നമ്മുടെ മീന് തുണി കുത്തിപ്പിഴിയുക. അപ്പോഴേക്കും അർജുൻ അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ താനീ കാണിക്കണേ, മുറിവ് ഉണങ്ങിയിട്ടില്ല, അതും വെച്ചുകൊണ്ട് എങ്ങനെ തുണി കഴുകുമെന്ന് ചോദിച്ചു. വേദന കൂടില്ലെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു മീനു. സാരമില്ലെന്നോ, തുണി ഞാൻ അലക്കിക്കോളാം, നീ താൻ വിശ്രമിക്കാൻ പറഞ്ഞു. വേണ്ട, ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിച്ചു. കണ്ടാലിപ്പോൾ എന്താ ചോദിച്ചാലേ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം, താങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. ഇല്ലെന്നേ, വേണ്ടെന്ന് പറഞ്ഞപ്പം വേണമെന്നേ എന്നും പറഞ്ഞ് മീനുവിനെ മാറ്റി നിർത്തി നമ്മുടെ അർജുൻ ആ തുണി മുഴുവൻ കഴുകണം.
അപ്പം താനെന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? മുറി പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ നിന്നോളാമെന്ന് മീനു പറഞ്ഞു. ആ ശരി, അങ്ങനെ ഇങ്ങനെ നിന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ നിന്ന് തുണി കഴുക്കും നോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ടു പഠിച്ചോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ല ഇന്നെന്താ പതിവില്ലാതെ വർക്ക്ഷോപ്പിൽ നിന്ന് നേരത്തെ വന്നെന്ന് ചോദിച്ചു മീനു. അത് നിന്റെ മുറിവ് ഉണങ്ങുന്നത് വരെ നിന്നെ കൊണ്ട് ഞാൻ ഒരു ജോലിയും ചെയ്യിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ മീനുവിനോട് പറയും. മീനു അന്നേരം ഇങ്ങനെ സ്നേഹത്തോടെ അർജുനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ തുണി മുഴുവൻ നമ്മുടെ അർജുൻ അലക്കി തീർത്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നമ്മുടെ മീനുവിൻ്റെ വീട്ടിൽ അഖിലയെ ദ്രോഹിച്ചവനെ വെറുതെ വിടാൻ പാടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുമെന്നും പറഞ്ഞു മുത്തശ്ശി ഇരുന്ന് പറയുന്നു. ഓ, മനസമാധാനം പോയല്ലോ ദൈവമേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് അമ്മ ഇരുന്ന് പറയുക. അപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അഖില വന്നു. അത് മറന്നേക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ അഖില ചോദിക്കുക. നിങ്ങൾ ഈ കാര്യം അച്ഛനെ അറിയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് രണ്ടുപേരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ കയ്യിൽ വീഡിയോയുടെ കോപ്പി കാണുമെന്നാണ് എൻ്റെ പേടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്ക് അമ്മ മകളോട് പറയാത്ത കേട്ട് ബാക്കിലേക്കും പേടിയായി. അവനത് പുറത്ത് വിടും മുൻപേ അവനെ പിടികൂടണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മയും പറയുക. രാജേന്ദ്രനോട് പറഞ്ഞു പോലീസിൽ പരാതി കൊടുക്കണമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് പറഞ്ഞാൽ മനസ്സിലാകാത്തത്? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് പുറത്തറിഞ്ഞാലേ എന്താകും സ്ഥിതിയെന്ന് നിങ്ങളെന്താ ചിന്തിക്കാത്തത്? എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ അഖില ചോദിക്കുകയാണേ. നിങ്ങൾ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിടരുതെന്നൊക്കെ പറയുമ്പോൾ മോളെ എന്നും പറഞ്ഞ് അമ്മ കരഞ്ഞു. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കരുതെന്ന് പറയുമ്പം ഇല്ല മോളെ, അപ്പോൾ എനിക്ക് അമ്മ ഇനി ഒന്നിനുമില്ല, നീ എൻ്റെ മോളായി പോയില്ലേ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞു അമ്മ. ചിന്തിക്കേണ്ട, നിങ്ങൾ ദയവ് ചെയ്ത് ഇത് അച്ഛനെയും അതുപോലെ മറ്റുള്ളവരെയും അറിയിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പറയുവാണ്. അങ്ങനെ അവർ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല, അഥവാ ഉണ്ടായാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുമില്ല, ഞാൻ നിങ്ങളോട് അത് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ വേണം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അഖില അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പോൾ അമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അവൾ കൊണ്ടമ്മയെന്നും പറഞ്ഞുകൊണ്ട് അഖിലയുടെ മുത്തശ്ശിയോട് അമ്മ ഇങ്ങനെ ഇരുന്ന് പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പേടിയായി. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുകയാണെന്ന് മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നേ. അമ്മേ, വേറെ എന്തെങ്കിലും എൻ്റെ മോള് ചെയ്യുമോ, വല്ല കടുങ്കയും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. മോളെ, ഇത് അവനോട് പറയുന്നതാ ബുദ്ധി, നമ്മളിത് മനസ്സിൽ വെച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അമ്മ മോളോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യം അവിടെ നടക്കുന്നു. ഈ സമയത്ത് വീട്ടിൽ അമ്മയും മകളും കൂടി ചേർന്ന് മീനുവിൻ്റെ മുറിവ് പഴുക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒപ്പിക്കുക. ഇന്നലെ തുണി അലക്കിയത് അവളാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അർജുൻ ആ തുണി മുഴുവൻ കഴുകിയത്, അവൾ നോക്കി നിന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം ആ നാണം കെട്ടവൻ ഇന്നലെ വർക്ക്ഷോപ്പിൽ പോയില്ലായിരുന്നു എന്ന് മകള്. നമ്മൾ അവളോട് എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും അത് അർജുനായിരിക്കും ചെയ്യുക. മനസ്സിലായോ നിനക്ക്? അപ്പോഴേക്കും അതിൽ നമ്മുടെ മീനു അങ്ങ് പോണു. ദാ പോണു മീനു എന്നും പറഞ്ഞ് പിടിച്ച് നിർത്തിയിട്ട് അപ്പോഴത്തേക്ക് മീനു തിരിഞ്ഞു നോക്കിയിട്ടോ അല്ലാതെ ഇങ്ങനെ നിൽക്കുക. നിന്നോടല്ലേ ഞാൻ തുണി ഇളക്കാൻ പറഞ്ഞത്, നീ എന്തിനാ അവനെ കൊണ്ട് ചെയ്യിച്ചതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞിട്ടല്ല അർജുൻ ചെയ്തതെന്നും പറഞ്ഞ് മീനു മറുപടി കൊടുക്കുമ്പോൾ അർജുൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾക്കറിയാം നിന്റെ ഭർത്താവല്ലവൻ അടിമയാണെന്ന്, അതുകൊണ്ടാണല്ലോ നീ പറയുന്നതെല്ലാം അവൻ അനുസരിക്കുന്നതെന്ന അമ്മ അവിടെ നിന്ന് മീനുവിനോട്. ഇത്തിരിയോളം പോകുന്ന ഒരു മുറിവുണ്ട് കഴുത്തിൽ, അതിനാണ് ഭർത്താവ് ഒന്ന് കൂട്ടിരിക്കുന്നത്, കഷ്ടമാണല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് നാത്തൂൻ. ഇതൊക്കെ കേട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതൊക്കെ അവസാനത്തെ കളിയാ എൻ്റെ കാഞ്ചനെ, താലി പോയി, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി എൻ്റെ മോൻ എന്താ സംഭവിക്കാമെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അതും നമ്മുടെ അർജുൻ കേട്ടു. ഇവളുടെ ഒഴിഞ്ഞ കഴുത്ത് കാണാൻ നല്ല രസമുണ്ടല്ലോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അതെ അതെ, താലിമാലയൊക്കെ കഴുത്തിൽ തന്നെ കിടക്കാനേ ഒരു യോഗമൊക്കെ വേണം എന്നും പറഞ്ഞുകൊണ്ട് പറയുവാണ് അമ്മ. ഇതൊക്കെ നമ്മുടെ അർജുൻ കേൾക്കുന്നുണ്ടെന്നും അമ്മ എന്നും കാണുന്നില്ല. എൻ്റെ ഈ താലി മഹേന്ദ്രൻ കഴുത്തിൽ കെട്ടിയതിന് ശേഷം ഇന്നേ വരെ ഞാനിത് ഊരിയിട്ടില്ല, അറിയൂ നിനക്ക്? അതിനൊക്കെ ഒരു ഈശ്വരാധീനം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മീനുവിൻ്റെ നെഞ്ചിൽ കുത്തുന്ന രീതിയിൽ വർത്താനങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കഴുത്തിൽ ഇനിയൊരു താലി മേടിച്ച് അർജുൻ കെട്ടാനൊന്നും പോകുന്നില്ല, അവൻ്റെ കയ്യിൽ 1 ഗ്രാം സ്വർണം മേടിക്കാനുള്ള കാശ് പോലും ഇല്ല, പിന്നെ അല്ലേ താലിമാല മേടിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുക. ഇതൊക്കെ കേട്ട് നമ്മുടെ മീന് സങ്കടപ്പെട്ട് നിൽക്കുന്നത് അർജുൻ കണ്ടു. അർജുൻ അതെല്ലാം വല്ലാത്ത വിഷമായി. ഇവർ രണ്ടുപേരും കൂടെ അതുപോലെ മീനുവിനെ അവിടെ ഇട്ട് കുത്തി പറിക്കുവാണേ. അത് കഴിഞ്ഞ് അർജുൻ ഇങ്ങനെ കരഞ്ഞ് അതിൽ വരുമ്പോഴേക്കും അവിടെ ഇരുന്നൊരു ചേട്ടൻ എന്താടാ തൻ്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് മീനുവിൻ്റെ താലിമാല പോയതിനെ പറ്റിയും അവർ കുത്തി പറിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അർജുൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോലീസുകാരെ കാണിക്കുന്നത്. അപ്പോൾ പരാതി കൊടുക്കാനായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ പരാതി കൊടുക്കാൻ അവർ ചെല്ലുന്നു. അവർ ചെന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഭാര്യയുടെ താലിമാല
ഓ, ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് അറിയാമെന്നതാണോ എന്നീ പോലീസുകാർ ഇവരോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നു. രാജേന്ദ്ര എന്നും പറഞ്ഞ് വേറൊരു പോലീസുകാരനെ വിളിച്ചു ഈ മേഡം. അപ്പോൾ ആ താലി പൊട്ടിച്ച കേസിൽ നമ്മൾ കള്ളനെ പിടിച്ചായിരുന്നല്ലോ, ഇല്ലേന്ന് ചോദിച്ചു. താലിമാല ഷെൽഫിൽ ഇരിപ്പില്ലേന്ന് ചോദിച്ചു. ആ, അതെടുത്ത് ഇവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കളഞ്ഞു പോയ നമ്മുടെ താലി മീനുവിന് തിരികെ കിട്ടി. അങ്ങനെ ആ കാഞ്ചനിയെയും അതുപോലെ അമ്മയെയും തകർത്തുകൊണ്ടാണ് ശരിക്കും ആ മാല കയ്യിൽ കെട്ടിയത്. ഇതിൻ്റെയൊക്കെ പുറകെ പോകലാണോ എൻ്റെ ജോലി എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി കളിയാക്കി പറഞ്ഞതായിരുന്നു നമ്മുടെ അർജുനോട്. അപ്പോൾ അതിപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹം അവിടെ നിന്നത്. പക്ഷേ വളരെ അപമര്യാദയായിട്ടാണ് ആ സ്ത്രീ അവരോട് പെരുമാറിയത്. അങ്ങനെ ആ ഒരു കാര്യവും ഇതെല്ലാം കണ്ടും കേട്ടും ഇവരിങ്ങനെ അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുന്നു. 5 പവനല്ലേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ, 10-20 പവനൊന്നും ഇല്ലല്ലോ, പോയത് പോട്ടെ നിങ്ങൾ കരുതിയാൽ മതിയെന്നാണ് ആ പുള്ളിക്കാരി പറഞ്ഞത്. അങ്ങനെ കരുതാനൊന്നും പറ്റില്ല മേഡം, അതെൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിമാലയാണെന്ന് അർജുൻ പറഞ്ഞു. അത് നീയും നിൻ്റെ ഭാര്യയും കൂടി സൂക്ഷിക്കണമായിരുന്നു. നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് കള്ളൻ്റെ മുഖവും കണ്ടിട്ടില്ല, വണ്ടി നമ്പർ അറിയില്ല, പിന്നെ എങ്ങനെ കള്ളനെ പിടിക്കും എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ കേസുണ്ട് ഇവിടെ, ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അവർ പറയുക. അവന്മാരൊക്കെ പഠിച്ച കള്ളന്മാരാണെന്നും നിന്റെ താലിമാല കെട്ടാനൊന്നും പോകുന്നില്ല, നീ അത് ഓർക്കണ്ട, ഇനി അതും അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്നും. പോകാൻ നോക്കടാ പോ എന്നും പറഞ്ഞുകൊണ്ട് അർജുനെ അവിടെ നിന്ന് അവരിറക്കി വിടുക. അപ്പോഴേക്കും കൂടെ നിന്ന പോലീസുകാരനോട് അവിടെ നിന്ന് പൊക്കോളാനും പറഞ്ഞു. അങ്ങനെ അർജുനും കൂട്ടുകാരനും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ഇത് എന്തൊരു അവതാരമാടാ, ഇങ്ങനൊരു പോലീസുകാരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഇവർ കള്ളനെ പിടിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ തന്നെ കളത്തിലിറങ്ങി കളിച്ചാലേ കാര്യം നടക്കുമെന്ന് അർജുൻ. നമ്മൾ എവിടെ അന്വേഷിക്കും അർജുൻ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ചേ പറ്റൂ, എനിക്ക് താലിമാല കിട്ടിയേ പറ്റൂ, മീനുവിൻ്റെ താലിമാലയാണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ അവിടെ വർക്ക്ഷോപ്പിൽ അദ്ദേഹം അവിടെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അർജുൻ വീട്ടിൽ നിന്ന് നേരെ ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ അർജുനോട് വഴക്ക് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മുതലാളിച്ചേട്ടൻ പറഞ്ഞു തലയിരിക്കുമ്പോൾ വാലാടണ്ടെന്ന്, ഞാൻ അവനോട് ചോദിച്ചോളാം കാര്യങ്ങളെന്നൊക്കെ പറയാം. പോലീസ് സ്റ്റേഷനിൽ പോയതാണെന്ന് പറഞ്ഞു. താലിമാല നഷ്ടപ്പെട്ടു പോയതിൻ്റെ പരാതി ഉണ്ടായിരുന്നല്ലോ, അത് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ കള്ളനെ കണ്ടെത്താൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. താലി ഇനി തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ലെന്നും നമ്മുടെ അർജുൻ പറയുവാണ് ഈ ചേട്ടനോട്. താലിമാല നഷ്ടപ്പെട്ടതുകൊണ്ട് മീനുവിൻ്റെ ഒഴിഞ്ഞ കഴുത്ത് കാണുമ്പോൾ വിഷമം തോന്നുവാണെന്ന് പറഞ്ഞപ്പോൾ പുതിയതൊന്ന് വാങ്ങിച്ചു കൊടുത്തുകൂടെ എന്ന് ജോലിക്കാരൻ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള കാശില്ല എന്ന് നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായിട്ടോ. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടാ, കുറച്ച് കാശ് ഉണ്ടാവുമോ കടമായിട്ട് തരാനെന്ന് ചോദിച്ചു. ഞാനൊരു 3-4 മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് പറഞ്ഞപ്പോൾ എത്രയാടാ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാ ചേട്ടൻ. അത് പിന്നെ ഒരു 3 പവൻ്റെ താലിമാല വാങ്ങിക്കാനുള്ളൊരു കാശെങ്കിലും കിട്ടണേ ചോദിച്ചു. എടാ എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ അത്രയും കാശിൻ്റെ കയ്യിലില്ല. എൻ്റെ വീട് പണി നടക്കുന്ന കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ, ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ പിന്നെ കയ്യിലുള്ളതൊക്കെ തീർന്നിരിക്കുകയാടാ. എന്ത് ചെയ്യും, എന്തിപ്പോൾ ചെയ്യുക എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുമ്പോൾ സാരമില്ല സത്യേട്ടാ. എടാ നീ മറ്റാരോടെങ്കിലും ചോദിച്ചോ? സത്യേട്ടൻ അടുത്തറിയാവുന്ന ആളായതുകൊണ്ട് ചോദിച്ചോ, ഞാൻ വേറെ ആരോടും ചോദിച്ചില്ല എന്ന് പറഞ്ഞു. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, കാശ് കിട്ടുമ്പോൾ അവൾക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താൽ മതി, നീ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് മീനുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാൻഡേജ് മാറ്റുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അതിന് മറ്റൊരാളുടെ ഹെൽപ്പ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ അർജുൻ ഇങ്ങനെ ചേട്ടനോട് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സാരമില്ലടാ അതൊക്കെ ശരിയാവില്ലേ എന്നൊക്കെ പറഞ്ഞ് സത്യനെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മുടെ അർജുനെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.